ഞാനിവിടെ പഠിച്ചതിന്റെ പേരിലും സാറിനടുത്ത് ഒരു കാര്യം, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം മോശമില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്, സാർ ഒന്ന് നോക്കുമെന്ന് വെച്ചാൽ സാറിന് കണ്ടപ്പോൾ ഇതും ഇവിടെ സ്ക്രീനിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറിന് അതിന് കിട്ടിയ സാധനമാണ്. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, BI മെയിൻ സൈഡിൽ മുഴുവൻ, നമ്മുടെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ ഞങ്ങൾക്ക് കുറെ സൈഡിൽ നിന്ന് കിട്ടി. പിന്നെ ക്യാമറ, പിന്നെ അതിന്റെ ആക്ടേഴ്സ്, പിന്നെ ഇവന്റെ ഒക്കെ കോസ്റ്റ്യൂം ഇവൻ തന്നെ വാങ്ങിയതാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോരുത്തർ വാങ്ങി നമ്മള് ക്രൗഡ് ഫണ്ടിങ് വരും. ഞങ്ങൾ പണിയെടുക്കുന്ന ഞങ്ങൾ തന്നെയായിരുന്നു മെയിൻലി. ഞങ്ങളുടെ തന്നെയാണ് ഇതിന്റെ കുറച്ച് സൈഡ് ഞങ്ങൾക്ക് എക്സ്ട്രാ ഞങ്ങളായിട്ടാ. ഇതിപ്പോ റിലീസ് ഓൾറെഡി ആയോ? ഇത് ഏതെങ്കിലും പ്ലാറ്റ്ഫോം? ഗുഡ്വിൽ എന്റർടൈൻമെന്റിലേക്ക് ഓൾറെഡി ഇന്ന് 6 മണിക്ക് ലൈവ് ആവും. അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു മെസ്സേജ് ആശുകാര് ഇതില്ല, ഡയറക്ടറിന്റെ ആണോ അല്ലെങ്കിൽ പുള്ളിന്റെ ആക്ച്വലി നമ്മുടെ പൊതുവെ ഈ ഒരു മ്യൂസിക് ചെയ്തിട്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽസ് ആയിരുന്നു. ഞങ്ങൾ മ്യൂസിക് ആദ്യം കൊണ്ടു തന്നു. ഇവന്റെ ഒരു പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ തോതിൽ ആ മ്യൂസിക് ചെയ്ത അവൻ തന്ന ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ മുതൽ നമ്മൾ വർക്ക് ചെയ്ത് പിന്നെ അതിനൊരു വിഷ്വൽസ് ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവന്നത്. തലകുത്തനെയാണല്ലോ പൊതുവെ വരിക. അപ്പോ അത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് മ്യൂസിക് കിട്ടി, അതിന് ഒരു നല്ല വിഷ്വൽസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ നീ പറഞ്ഞാണല്ലോ അല്ലേ? അല്ല, കുഴപ്പമില്ല. മൊത്തത്തില് നല്ല 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 ക്വാളിറ്റിയും നല്ല വിഷ്വലൊക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു. നമ്മളിടയ്ക്ക് ഓരോ ഇങ്ങനെ പ്രോഗ്രാമിന് കാണുന്നതാണ്, അപ്പൊ അതിലും ഒരു വ്യത്യസ്തത ഉണ്ട്. കുഴപ്പമില്ല. ചെയ്തപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം, യൂഷ്വൽ റൊമാൻറ്റിക് സ്റ്റോറി അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക വലിക്കരുത്. ഓക്കെ, യൂഷ്വൽ സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കാതെ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളില്ല തൂഫാനൊക്കെ ഈ പറഞ്ഞ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നൊന്നും അറിഞ്ഞില്ല. ഇതിലൊരു മൾട്ടി ലെയർ ഉണ്ട് ആക്ച്വലി. അത് നമ്മള് എവിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, സ്പൂൺ ഫീഡ് ചെയ്യുന്ന കാലമൊക്കെ ഇപ്പം കഴിഞ്ഞില്ലേ. ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ എവിടെയും നമ്മള് കാണേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവണം. അപ്പൊ നമ്മള് എക്കോയൊക്കെ ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അപ്പൊ നമ്മൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു നമുക്കത് കാണിക്കണ്ടേ, അതിന്റെ വിഷ്വൽ വേണ്ടേ? അതും പറഞ്ഞല്ല, വേണ്ട. അങ്ങനൊരു ഇപ്പം നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അത് മാത്രമേ നമ്മൾ ഷൂട്ടും ചെയ്തിട്ടുള്ളൂ. നമ്മൾ അഡീഷണൽ ആയിട്ട് അങ്ങനെ എനിക്കൊന്നും ഒരു സീൻ പോലും എടുത്തിട്ടില്ല. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മളത് ചെയ്തത്. അപ്പം ഈ ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ളൊരു കാര്യം, ഇപ്പം ചേട്ടൻ ചോദിച്ച ഒരു ഇതിന്റെ അകത്ത് ആ ലെയർ ഉണ്ട്, സത്യമായിട്ട് ആ ലെയർ ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു പരിധി വരെ ഇതൊരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആണെന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ് അല്ല, അതിന്റെ ഒരു പോയിന്റ് മാത്രം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സുഹൃത്ത്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആദർശ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ഉണ്ട്. പുള്ളിക്കാരന്റെ ഒരു പരിചയത്തിലുള്ള ഒരു ആളുടെ ലൈഫിൽ വേറൊരു രീതിയിൽ നടന്ന ഒരു അഡാപ്റ്റേഷൻ, നമ്മൾ അതിനെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തൊരു സാധനമാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഇത് കാണുന്നവന്റെ പെർസ്പെക്റ്റീവിൽ കുറെ രീതിയിൽ വരാം. കാരണം ഇത് ആദ്യം ചെറിയ ചെറിയ 1-2 പ്രിവ്യൂസിലൊക്കെ കണ്ട സമയത്ത്, പ്രൊഡക്ഷനിലൊക്കെ ഉള്ള 1-2 പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, നമ്മുടെ ഫ്രണ്ട്സ് കണ്ട സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞത് അവർക്ക് മനസ്സിലായ സ്റ്റോറി രണ്ടാണ്. അതായത് വേറൊരു ലെയറാണ് ഒരാൾ, ഇപ്പൊ ചേട്ടൻ ചോദിച്ച ആ ഒരു ലെയറിനെ പറ്റിയാണ് ഒരാൾ കൂടുതലായിട്ട് പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് അല്ല, അതിന്റെ മറ്റേ റൊമാൻറ്റിസൈസും അവരുടെ ഓക്കെ ഇതിങ്ങനെ ഉണ്ടായി, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, യൂഷ്വൽ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഇതിനകത്ത് ഭയങ്കര പറയാൻ വലിയ പുതുമയുള്ള സാധനം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ അതിനകത്തൊരു ലെയർ ഉണ്ട്. ഈ സിറ്റി ഷെയ്ഡ് ബിയോണ്ട് ലൈൻസ് എന്നുള്ള ടൈറ്റിലിന്റെ ഒറ്റ ഒരു ബേസിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ലൈവില് നമ്മൾ